2023 ഒക്ടോബർ 7 ഹമാസിന്റെ പോരാളികൾ ഇസ്രായേലിലേക്ക് നടത്തിയ ശക്തമായ ആക്രമണം. 1200-ലധികം ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിന് മറുപടി നൽകുന്നതിന് വേണ്ടി ഇസ്രായേലിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ 250-ലധികം ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ ആരംഭിച്ച അതിശക്തമായ ബോംബാക്രമണങ്ങൾ, കരയാക്രമണങ്ങൾ, അവർ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യക്ക് ഇന്ന് 2 വർഷം തികയുകയാണ്. കൊല ചെയ്യപ്പെട്ട പതിനായിരക്കണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ദീനരോദനങ്ങൾ നമ്മുടെ കാതുകളിൽ അലയടിക്കുന്നുണ്ട്. ലോകമാകെ ഗാസയിൽ വെടിനിർത്തലിന് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിന്റെ തെരുവുകൾ ആകെ പ്രക്ഷുബ്ധമാണ്. അത്തരമൊരവസ്ഥയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 21 സമാധാന പദ്ധതികൾക്ക് ഇരുകൂട്ടരെയും ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് ഈജിപ്തിന്റെ തലസ്ഥാനമായ കൈറോയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2ാം വാർഷികത്തിൽ എത്രയും പെട്ടെന്ന് ഗാസയിൽ സമാധാനം പുലരട്ടെ, നമ്മളെപ്പോലെ അവരും ജീവിക്കട്ടെ എന്നും ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിലേക്കുള്ള ചുവടുവെപ്പായി ഇതിനെ കണക്കാക്കാൻ കഴിയട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം.